സഖാവ് എം.വി. ഗോവിന്ദന്റെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. 1921 മുതൽ ഈ പരമ്പരകൾ മുഴുവൻ, ഞാൻ ഈ പറഞ്ഞ എല്ലാ പരമ്പരകളെയും പോരാട്ടങ്ങളുടെയും സമരങ്ങളുടെയും ഭൂമികളിലൂടെ കടന്നു വന്നിട്ട് ഇന്നിവിടെ താമസിക്കുന്ന ഒരു മനുഷ്യനെയും ഇവിടെ നിന്ന് മാറ്റാൻ അനുവദിക്കുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. അതെ, മലയിടം ദൂരത്തിലെ ഒരു മനുഷ്യനെയും മാറ്റാൻ അനുവദിക്കില്ലെന്ന്. ലേശം ഉളുപ്പുണ്ടോ സഖാവെ നിങ്ങൾക്ക്? 15ാമത്തെ തവണയാണ് അവിടെ റിക്കവറിക്കായിട്ട് കോടതിയും പോലീസും ഒക്കെ വരുന്നത്. ഇത്തവണ വന്നപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ അക്രമങ്ങളെ ഒന്നും ന്യായീകരിക്കുന്നില്ല. പക്ഷെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ ഇടതുപക്ഷ സർക്കാർ ഉണ്ടായിരുന്നു. ആ സർക്കാരിന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഈസി ആയിട്ട് ഈ പ്രശ്നം പരിഹരിച്ചു പോകായിരുന്നു. അന്നൊന്നും ഈ പ്രശ്നം ശാശ്വതമായിട്ട് പരിഹരിക്കാതെ ഇന്നിപ്പോ കോൺഗ്രസ് ഭരണത്തിലേറി കഴിഞ്ഞപ്പോൾ സമരവുമായിട്ട് ചെല്ലുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളത്? പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള എം.വി. ഗോവിന്ദൻ മാത്രമല്ല, പി രാജീവ്, എം.ബി. രാഗേഷ് ഒക്കെ അവിടെ സമരത്തിന് ഐക്യദാർഢ്യമായിട്ട് പോയിരിക്കുകയാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല, കഴിഞ്ഞ 10 വർഷം ഇവരാണല്ലോ ഭരിച്ചത്. ഇവർക്ക് ആ പ്രശ്നത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അന്നേ ചെയ്തു കൊടുക്കാമായിരുന്നു. ചെയ്തില്ല. എന്നിട്ട് ഇന്നിപ്പോ അവന്മാർ സമരമായിട്ട് ഇറങ്ങിയേക്കുവാണ്. നാണമില്ലല്ലോ സഹക്കന്മാരെ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. അവിടുത്തെ ജനങ്ങളെ അവിടുന്ന് കുടിയൊഴിപ്പിക്കുന്നതിനോടോ അവിടുന്ന് ഇറക്കി വിടുന്നതിനോടോ ഒന്നും ഒരു തരത്തിലും യോജിക്കുന്നില്ല. എന്നാൽ പോലും CPM ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കലക്കവെള്ളത്തിലെ മീൻ പിടിക്കൽ പരിപാടിയാണ്. ഇന്നിപ്പോ SFIയുടെ സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളും ഇന്നലത്തെ ഇടിയും ബഹളവും ഒക്കെ നമ്മൾ കണ്ടു. ഇതിൽ നിന്നെല്ലാം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. പ്രതിപക്ഷത്തിരിക്കുന്ന CPMന്റെ സ്റ്റാൻഡ് എന്താണെന്നുള്ളത്. ഇനി അങ്ങോട്ടുള്ള ഒരു 5 വർഷം സമരങ്ങളുടെ ഒരു കുത്തൊഴുക്കാവും നമുക്ക് കാണാൻ പറ്റുക എന്നാണ് എനിക്ക് തോന്നുന്നത്.